ക്ലാസ്സിൽ ഏറ്റവും ഉറച്ച നിലപാടുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ലാലേട്ടൻ പോലും ഇവരുടെ നിലപാടിൽ ആശ്ചര്യത്തോട് നോക്കി. ആരായിരിക്കും കൂടുതൽ? ചാനലിലേക്ക് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം. ഒന്നാമത് ലക്ഷ്മിയാണ്. സ്വന്തമായ നിലപാടുകളും സ്വന്തമായ വ്യക്തിത്വമുള്ള ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി. ലക്ഷ്മിയുടെ നിലപാട് തന്നെ ലക്ഷ്മി ഉറച്ചു നിൽക്കും. അതാണ് ലക്ഷ്മിയുടെ ഒരു പ്രത്യേകത. ലക്ഷ്മി എന്ത് പറഞ്ഞാലും ലക്ഷ്മി അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് ലാലേട്ടൻ വന്ന് ആദിലാൻ നൂറയുടെ കേസ് കെട്ടി ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ വീട്ടിൽ വരെ ഞാൻ ഇവരെ കയറ്റുമെന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അതേ നിലപാട്, അതേ ആറ്റിറ്റ്യൂഡ് ഇതിലാണ് ലക്ഷ്മി. സ്വന്തമായ നിലപാട് വ്യക്തിത്വമുള്ള ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി. ലക്ഷ്മി അതേ നിലപാട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോഴും ആദിലാൻ നൂറ ഇപ്പോഴും വീട്ടിൽ കയറി അവരുമായിട്ട് കമ്പനി കൂടാൻ ഒന്നും പുള്ളിക്കാരി തയ്യാറല്ല. അവരോട് സംസാരിക്കാറുണ്ട് എന്നും പറഞ്ഞ് അവരെ കൂടുതൽ ഇതാക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതാണ് ലക്ഷ്മിയുടെ നിലപാട്. അന്ന് നമ്മൾ കണ്ടാലോ, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. അന്ന് ലാലേട്ടൻ വന്ന് അവരെ എന്തെല്ലാം പറഞ്ഞു. അതിലെ 100 കേസുണ്ട്, ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളിയായിരുന്നു പറഞ്ഞപ്പോൾ ലാലേട്ടൻ വന്ന് ഭയങ്കരമായിട്ട് ഇവരെ ടോർച്ചർ ചെയ്തു. നമ്മുടെ നല്ല പോലെ ഇത് ചെയ്യുകയൊക്കെ ചെയ്തു, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു ലക്ഷ്മിയോട്. പക്ഷേ ലക്ഷ്മിയുടെ പ്രത്യേകിച്ച് ആ നിലപാടിൽ തന്നെ ലക്ഷ്മി അന്നും ഇന്നും ഉറച്ചു നിൽക്കും. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മത്സരാർത്ഥി നല്ല നിലപാടാണ് അവർക്ക്. രണ്ടാമതുള്ളത് അനുമോളാണ്. ഈ ഒരു കാര്യത്തിലാണ് അനുമോളെ ഞാൻ ഇത് ചെയ്യുന്നത്. ജിസേലിൻ്റെയും ആര്യൻ്റെയും സംഭവം നല്ലത്, ആ കിസ്സിങ് സംബന്ധമായി അത് കണ്ട് എന്ന് ലാലേട്ടൻ വന്ന് അത്രയും ഇതാക്കിയിട്ടും കണ്ടതാണെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. അത് ഒരു നിലപാടാണ്. നമ്മൾ ഈ ആതിരയുടെ ഒക്കെ കണ്ടിട്ടുണ്ട്. ശൈത്യ, ആതില ഇവരൊക്കെ എങ്ങനെയാ തരും? പെട്ടെന്ന് പ്ലേറ്റ് മാറ്റും. പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുന്ന സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല ഇപ്പം പറയുന്നത്. പ്രത്യേകിച്ച് ആദില നല്ല പോലെ പ്ലേറ്റ് മാറ്റും. ആദിലയുടെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അനുമോളുടെ കാര്യമാണല്ലോ പറയുന്നത്. അനുമോള് ആ ഒരു കാര്യത്തിൽ അനുമോള് ലാലേട്ടൻ വന്ന് അത്രയ്ക്കും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു നിലപാടിൽ തന്നെ അനുമോൾ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ തന്നെ ജെനുവിനാണെങ്കിൽ നമുക്കത് ഉറച്ചു നിൽക്കാം. അതിൽ ലാലേട്ടനല്ല, ബിഗ് ബോസ് അല്ല, ആര് വന്നു പറഞ്ഞത് നമ്മൾ ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ശരിയല്ലേ? നിങ്ങൾ പറ. സ്വന്തമായ നിലപാടും സ്വന്തമായ വ്യക്തിത്വമുള്ള മത്സരാർത്ഥികളാണ് അവർ. അതുകൊണ്ടാണ് അവർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്മി. അപ്പോൾ എൻ്റെ കൊച്ചി വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.